ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി കുറച്ച് ദിവസത്തേക്ക് സീരീസ് പോലെ ബാച്ചിലേഴ്സിന് മാത്രമായിട്ടുള്ള റെസിപ്പീസ് ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ക്രിയേറ്റേഴ്സും എന്തെങ്കിലും ഒരു നല്ല കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഇതിന് നല്ല വ്യൂ കിട്ടും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്ലോഡ് ചെയ്ത സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും അത് കയറുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ്. പക്ഷെ ഞാനിങ്ങനെ ഒരു ബാച്ചിലേഴ്സിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സീരീസ് പോലെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊട്ടും പ്രതീക്ഷയില്ല ഇതിന് വ്യൂ കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ. ഇതെൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ അനിയത്തിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമാണിത്. അപ്പോൾ അവരൊക്കെ പുറത്തൊക്കെ താമസിക്കുന്നവരാണ്. ഇങ്ങനെ എൻജിനീയറിംഗ് പഠിക്കുന്നവരും ജോബ് ചെയ്യുന്നവരും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ച് താമസിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അറിയാമല്ലോ, ഹോട്ടൽ ഫുഡ് എപ്പോഴും പറ്റില്ലല്ലോ, ഹോട്ടൽ ഫുഡ് എപ്പോഴും മടുപ്പ് തോന്നും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് റെസിപ്പീസൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു, ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മക്കളും ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ പോയാൽ അങ്ങനെ കുക്ക് ചെയ്യാറില്ല. അവർ എന്തെങ്കിലും ഒരു റൈസോ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 1000 പ്രാവശ്യം ഫോൺ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ കുറച്ച് ഉപകാരമാകുമല്ലോ, ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ കുറച്ച് ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്ന റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സാദാ ചോറാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് റെസിപ്പീസുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുക്കിംഗ് അറിയാവുന്നവരാരും വീഡിയോ കാണാതിരിക്കുകയാണ് നല്ലത്. ഒരു ചോറാണോ ഇത്രയും പെരുപ്പിച്ചിട്ട് ചെയ്യുന്നതെന്ന് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് കുഞ്ഞു മക്കളാണ് കേട്ടോ. ഒന്നും കുക്കിങ്ങിൻ്റെ ABCD അറിയാത്ത മക്കളെ മാത്രം വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഉപകാരമാകുമെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പുഴുങ്ങലരിയുടെ ചോറ് 2 രീതിയിലും വേവിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ റൈസ് കുക്കറിലും പിന്നെ പ്രഷർ കുക്കറിലും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് 1 കിലോ റൈസ് വേവിക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1 കിലോ വേവിക്കുന്ന പാത്രമാണെങ്കിലും 3/4 kg അരിയാണ് കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് പാത്രത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം കേട്ടോ. നമ്മളതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോർസിൻ്റെ ബോൾ റൈസാണ് കേട്ടോ. മട്ട റൈസ് വട മട്ട എന്നാണ് എഴുതിയിട്ടുള്ളത്. ഡബിൾ ഹോർസ് ബ്രാൻഡിൻ്റെ നല്ല അരിയാണ്, നല്ല നീറ്റായിട്ടുള്ള അരിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റൈസ് കുക്കർ ആ ഒരു ബോക്സിനകത്തോട്ട് എത്ര മണിക്കൂർ വെച്ചാലും ഓവർ കുക്കാകുന്നൊന്നുമില്ല. നല്ലൊരു ബ്രൗൺ റൈസാണ്. അപ്പോൾ ഒരു പുറം നാട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയാൽ ഇങ്ങനെ ഏതെങ്കിലും ബ്രാൻഡ് പറയണം, അങ്ങനെ നോക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അരിയായിരിക്കും നമുക്ക് പെട്ടെന്ന് നമ്മൾ ബോയിൽ റൈസ് എന്ന് പറയുമ്പോൾ അവർ എടുത്ത് തരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ റേഷൻ അരിയില്ലേ, ആ ഒരു അരിയാണിത്, ഒരു ലൈറ്റ് ക്രീം കളറിലുള്ളത്. ഇതിന് പൊന്നി ബോയിൽ റൈസ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ റേഷൻ അരിയാണ് നാട്ടിലെ, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പൊന്നി ബോയിൽ റൈസ് എന്ന്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആ ഒരു ഫ്രഷ് വേൾഡ് എന്നുള്ളത് ഷോപ്പിൻ്റെ പേരാണ്, അതിൻ്റെ താഴെയുള്ളതാണ് പൊന്നി ബോയിൽ റൈസ് എന്നുള്ളത്. അപ്പോൾ ഇതും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കുക്ക് ചെയ്യുന്ന രീതി ഞാൻ പറയാം എങ്ങനെയെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റൈസ് കുക്കറിൽ വേവിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഗ്ലാസ്സിൽ, നമ്മൾ നോർമലി വെള്ളം കുടിക്കാറുള്ള മീഡിയം ഗ്ലാസ്സിൽ 5 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 3/4 കിലോ അരിയാണ്. മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ 4 കപ്പോളം വരും. 5 കപ്പാണ് കേട്ടോ 1 കിലോ അരി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം കഴുകിയിട്ട് വെള്ളം കളയുക. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും കളയുക. ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നീറ്റായിട്ടുള്ള അരിയാണ്. കല്ല് അതുപോലെ നെല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഞാനിത് 5 പ്രാവശ്യം ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഇത് വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ റൈസ് വേകുന്ന പാത്രമാണ്. അപ്പോൾ 3/4 കിലോ അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ അരിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു ബോക്സിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3/4 കിലോ അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് 1 കിലോ വേകുന്ന ചട്ടി. അപ്പോൾ നിങ്ങൾ 1/2 കിലോ അരി 2.5 കപ്പ് അരിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പാത്രം എടുക്കുക കേട്ടോ. ഒരു 3/4 കിലോ ഒക്കെ വേകുന്ന പാത്രം എടുക്കുക. ഇത് തിള വരുമ്പോഴേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റേഷൻ അരി പൊന്നി ബോയിൽഡ് റൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ബാക്കിയൊക്കെ സെയിം മെത്തേഡ് ചെയ്തിട്ട് ഉപ്പ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക, ഒരു 2 ടീസ്പൂണ്. ഇത് നന്നായിട്ട് തിള വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബോക്സിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായി തിളക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ഒരു ബോക്സിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ബോക്സ് പല മോഡലിലുള്ളത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് പഴയതാണ്, എൻ്റെ കയ്യിലുള്ളത് നാട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ബേസ് ഉണ്ടാവും. അപ്പോൾ അത് നടുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇലക്ട്രിക് റൈസ് കുക്കറൊന്നുമല്ല, ജസ്റ്റ് മുടി വെച്ചാൽ മാത്രം മതി. ഇലക്ട്രിക് റൈസ് കുക്കർ എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച ആ ഒരു റൈസിൻ്റെ പാത്രം ഇറക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അരി നമുക്ക് 2-3 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ വേറെ ഏതെങ്കിലും ബ്രാൻഡാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എടുത്ത് നോക്കാം. പിന്നെ അതുപോലെ പൊന്നി റൈസ്, റേഷൻ അരി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു റൈസ് ആണെങ്കിൽ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 10 മിനിറ്റ് കൊണ്ട് നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രഷർ കുക്കറിൽ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഏറ്റവും ചെറിയ കുക്കറാണ് 3 ലിറ്ററിൻ്റെ. അപ്പോൾ ഇതിൽ 1/2 കിലോ അരിയേക്കാളും കുറച്ച് കുറവായിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നത്. 1/2 കിലോ അരി എന്ന് പറയുന്നത് 2.5 കപ്പ്, 2.5 കപ്പ്. ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ്. നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ 2.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ. ഇനി നമ്മളിത് ഈ ഒരു പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ അരി വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ എടുക്കുക. അതിൽ 3 കപ്പ് അല്ലെങ്കിൽ 3.5 കപ്പൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരളവിൽ കഴിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 3 പേര്, അല്ലെങ്കിൽ സാധാരണ കഴിക്കുന്ന മക്കൾക്കൊക്കെ 4 പേർക്ക് നല്ല സുഖമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മൊത്തം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3/4 ഭാഗത്തേക്കാൾ കൂടുതലായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു ഓൾമോസ്റ്റ് 7 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെക്കാം. പ്രഷർ കുക്കറിൻ്റെ മൂടുന്ന രീതിയിൽ തന്നെ മൂടി വെക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം കത്തുന്ന ഫ്ലെയിമാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു വിസിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് തിരക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നന്നായി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഓഫ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 15 മിനിറ്റോളം വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ പ്രഷർ നമുക്കിങ്ങനെ പ്രഷർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സിങ്കിൽ വെച്ചിട്ട് ടാപ്പിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ പ്രഷർ കുക്കർ സിങ്കിൽ വെച്ചിട്ട് വെള്ളം ടാപ്പിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രഷറൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ മൂടി അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൊന്നി ബോയിൽഡ് റൈസ് റേഷൻ അരിയില്ലേ, അതാണ് നിങ്ങൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നതെങ്കിൽ ഒരു വിസിൽ വന്നതിന് ശേഷം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് പ്രഷർ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഓവർ കുക്കാകും. ഇതിപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ പാകത്തിന് കുക്കായിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങനെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് അടിയിൽ പിടിക്കുന്ന അങ്ങനെയൊന്നും ആയിട്ടില്ല. പാകത്തിന് കുറച്ച് വെള്ളമുണ്ട് ഇതിൽ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കഞ്ഞിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത്രയും വെള്ളം മതി കഞ്ഞിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിയോളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ചോറായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് അരി നമ്മുടെ ഈ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറിൽ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 3-4 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം വാർന്നെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്ട്രെയിനർ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട്, ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അതിൽ ചോറിട്ട് കൊടുക്കുക. ആ ഒരു സ്ട്രെയിനറിൽ പിടിക്കുന്ന അത്ര രീതിയിൽ ഇട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ പച്ചരി പോലുള്ള വൈറ്റ് റൈസൊക്കെ കഴിച്ചിട്ട് മടുത്തവർക്ക് നല്ലൊരു ഉപകാരമായിരിക്കും. പ്രഷർ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ 1-2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഴുങ്ങലരിയുടെ ചോറാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വെച്ച ഒരു റൈസ് കുക്കറിൽ വെച്ച ചോറ് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. 3 മണിക്കൂർ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടുതൽ സമയം വെക്കുന്നതിന് കുഴപ്പമില്ല. 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ സമയം വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ വെള്ളം വാർന്നെടുക്കുന്നത്. 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും എത്ര സമയം വെച്ചാലും ഞാൻ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നിർബന്ധമില്ല അങ്ങനെ തിളപ്പിച്ചെടുക്കണമെന്ന്, കുറേ പേര് അങ്ങനെ തിളപ്പിച്ചെടുക്കാറില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് വെള്ളം വാർന്നെടുക്കുക. അതാണ് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഈസി ആകുന്നത്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയൊന്നുമല്ല വാർന്നെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ മാത്രം മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്ന റെസിപ്പീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എനിക്ക് ഇനിയും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്